ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി ഔസുല്ലം യജമാനി ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി. കിട്ടൂല ഇത് ഞാൻ അങ്ങനെ അങ്ങാടിക്കല്ലോ. അതോടെ നമ്മളെ നല്ല മേമാക്കാൻ്റെ നല്ല അൻപിക്കുട്ടി 5 മേമ ഇല്ലോയാ ഇവന് ഏതാണ് അത് നല്ലോൻ്റെ നല്ലോൻ്റെ അഞ്ച് നല്ലോണം നമുക്ക് വെള്ളിയാഴ്ച സൗകര്യം അജ്മീർ ഖാജ എന്നുള്ള പാട്ട് എപ്പോൾ ഇങ്ങനെ കേൾക്കുന്നത്. ഗുഡ്മാൻ ആണിപ്പോ ബ്രിട്ടീഷുകാര് അദ്ദേഹം നല്ലവൻ എന്ന പേര് വരാൻ കാരണം പറയണം. നല്ലവൻ മുഹമ്മദ്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ ഗുഡ്മാൻ എന്ന് വിളിച്ചു. അത് നല്ലവനായി. അവിടെ ചെന്നപ്പോ ഞാൻ പറയും കൂടുതലൊന്നും ചോദിക്കണ്ട അറിഞ്ഞു അയാളോട്. ഞാൻ നിങ്ങൾ നല്ലവനെ എങ്ങനെ കിട്ടി അത് പറയണമെന്നാണ്. ഉസ്താദില്ല അവലെ ആൾക്കാർ എന്നാ യോഗത്തിൽ അവിടെ ഒരു ആദരിച്ചലും ഉണ്ടായിരുന്നു. അപ്പൊ അത് 2 മാസമായി. അപ്പൊ അന്നേ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാരും 2 പാട്ടാണ് ഞാൻ ഒന്നേ പാടുന്നു. കൂടുതലൊന്നും ചോദിക്കണ്ടാറ് ഞാൻ ചോട്ടില് പ്രസംഗിക്കണില്ലേ. എന്നാലും ഞങ്ങൾക്ക് നല്ലോന്ന് എങ്ങനെ അതൊന്ന് പറയണം. ഇപ്പൊ പറഞ്ഞാൽ നമ്മളുള്ളത് വെന്നിയൂരടുത്ത് ബഹുമാനപ്പെട്ട നല്ലവൻ മുഹമ്മദ് എന്ന മനോഹരമായ കവാലി അവതരിപ്പിക്കുന്ന പഴയകാല മാപ്പിളപ്പാട്ടിൻ്റെ ഉടമയുടെ അടുത്താണ്. ആ നാട്ടുവർത്താനം പഴയകാലത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ടുകൊണ്ട് കാവപ്പുരയിലെ യുവാക്കൾ സലാം സാഹിബ്, അസീസ് സാഹിബ്, കുഞ്ഞിക്ക്, അതുപോലെ നമ്മളെ ബഹുമാനപ്പെട്ട പള്ളി കമ്മിറ്റി അംഗം ഹമീദ് സാഹിബൊക്കെ ഉണ്ട്. നല്ല നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടക്ക് മനോഹരമായ കവിതകൾ, മാപ്പിളപ്പാട്ടുകളൊക്കെ മൂളുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷം. പഴയകാല മാപ്പിളപ്പാട്ടിൻ്റെ ഉടമ നല്ലവൻ മുഹമ്മദ് എന്ന ആ മനുഷ്യ സ്നേഹിയെ കാണാൻ സാധിച്ചു. അസീസ് സാഹിബും നാട്ടുകാരണവന്മാരൊക്കെ ആവേശത്തോടെ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്താണ് നല്ലവൻ എന്ന പേര് കിട്ടാനൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തമാശയിലൂടെയുള്ള മറുപടി കേട്ടപ്പോഴാണ് വലിയ സന്തോഷമായത്. കുടുംബത്തിൽ ഇപ്പം ആരെങ്കിലും പാട്ടുകാരുണ്ടോ നിങ്ങളല്ലാതെ? ഇല്ല. പേരിക്കുട്ടി ഉണ്ട്, ഓള് ചാനലിലൊക്കെ പാടി. പക്ഷെ അവളെ പരിപാടിക്കാക്കല്ലേ പഠിക്കാണ്. ഞാൻ കൊണ്ടുപോയത് ചെറുപ്പത്തിൽ യൂട്യൂബിലുണ്ട്. ഇബ ഫാത്തിമ ഇബ ഭയങ്കര അടിച്ചോ വരും. നിങ്ങളെ മുഹിബിനോടൊന്നും പറയല്ലേ? നിങ്ങളെ പാട്ട് മനോഹരമായി കേട്ട് പാടിക്കൊണ്ടിടക്കണ എന്തേലും ഇജാസത്ത് മറ്റേ എന്തേലും കൈ കൊടുക്കാനുണ്ടോ? മുഹിബിന് എന്തേലും വരദാനം കൊടുക്കാണ്ടായിക്കുക. നിങ്ങളൊരു അനുഗ്രഹം ചെരിഞ്ഞാളെ. നിങ്ങളെ പാട്ട് എപ്പോഴും കേൾക്കുന്നു, എപ്പോഴും പാടുന്നു. നിങ്ങളെ തേടി വന്നതാണ് കാവപ്പുരയിൽ നിന്ന്. അതെല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. എന്റെ കുട്ടിക്കാലം മുതൽ കൊണ്ടുപോയി പാടിച്ചിരുന്ന അമ്മമാര്, പെണ്ണന്മാര്, മണ്ണിന്റെ അടി അവർക്കൊക്കെ പ്രാർത്ഥന. നേരം വെക്കോളം ചായ വെച്ച് തന്നേ. നിങ്ങൾ ആ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ടല്ലോ, ചില പാട്ടുകൾ പാടിയിട്ട് നേരം വെളുത്തത് സൂര്യൻ ഉദിക്കുന്നത് കണ്ടപ്പോഴാണ് അറിഞ്ഞതെന്ന്. പാടിയിട്ട് അറിയാതെ പോയി. ഞങ്ങൾ എനിക്ക് വർക്ക് ചെയ്യുന്ന നിർത്തട്ടെ എന്ന് പറഞ്ഞിട്ടേ നിർത്തല്ലേ, അഞ്ഞും പാടണം. അങ്ങനത്തെ ഒരു കാര്യമാണ്. ഇന്ന് പാട്ടില്ല. അല്ല, ടേപ്പ് റിക്കാർഡില്ല. ഈ ലാഞ്ചി പോയിട്ട് വരുമ്പോ ടേപ്പ് റിക്കാർഡ് കൊണ്ടുള്ളേ ഒരു റീലാണ് ഇങ്ങനെ. അതങ്ങനെ ഒച്ചൊന്നും ഉണ്ടാവും.
ഇവിടെ അവിടെ കൂടെ വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കേൾക്കാം. ഒരാൾ ദുബായിൽ നിന്ന് അന്ന് ആൾക്കാർ തെല്ലോം വരും ഇത് കേൾക്കാൻ ഈ പാട്ട് അങ്ങനെയൊക്കെയാണ്. അതെ അതെ അന്നിപ്പോ പറഞ്ഞിട്ട് തന്നെ അന്ന് സുലഭമായിട്ട് ഇല്ലല്ലത്. ഇല്ല, ആ കാലത്ത് തുടങ്ങിക്കണെയാണ്. അതെ അതാണ്. അതായത് നായപ്പീസ് മുക്കാലൊക്കെ അറിയാം. അറിയില്ല, കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിട്ടില്ല. അത് നമ്മള് കണ്ടിട്ടുണ്ട്, ഈ പുരാവസ്തുവിലൊക്കെ കണ്ടിരുന്നല്ലാതെ അന്ന് തുടങ്ങിക്കണേ. കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങി. 73 ആയിട്ടുണ്ട്. അന്ന് 1 മുക്കാൽ 2 മുക്കാൽ ഒരു നായപ്പൈസ, ഒരു പൈസ ഇല്ല, ഒരു പൈസ നായപ്പൈസ ഓട്ടക്കാല അരിയിൽ ഇങ്ങനെ കെട്ടി കരണ്ടുമ്പോ ഞാൻ ചുക്കുംപാറ ഇരിക്കുംപാറ അറിയില്ല. അന്ന് ഇഞ്ചില്ലേ ഇരിക്കെന്ന് അതിന് പറയാ, ഇരിക്കെന്ന് വരില്ല. അന്ന് പാറപ്പുറൊക്കെ ഒഴിഞ്ഞെടുക്കണ സ്ഥല, ഒരു വീടും ഇല്ല, പേടിയാവും. അപ്പോ ഇഞ്ചി ചിരിക്കേം കൊണ്ടിട്ട് ചെരിഞ്ഞിട്ട് അത് വരണ്ടല്ല പെണ്ണുങ്ങൾ. എന്നിട്ട് പൈസ കിട്ടോ പോലെയൊക്കെന്ന് എനിക്ക് 1 മുക്കാൽ 2 മുക്കാൽ ഞാൻ അവിടെ പോയി പാടിക്കൊടുക്കും. കൊടുക്കല്ല പിന്നെ കൊറേ ആയിട്ട് പോകും, അവർക്ക് പാടിക്കൊടുക്കും. അപ്പൊ അവര് ഒരാണൊക്കെ ഭയങ്കര പൈസ കായുള്ളവര് തരും. പക്ഷെ 1 മുക്കാൽ 1.5 ആണൊക്കെയാണ് ഒരു വൈകുന്നേരമാണ് കൈക്കോട്ട് കൂലി. അത് മതി. ശരിക്കുള്ള എല്ലാ സാധനവും വാങ്ങിയാല് 1 ആണ ചെയ്യില്ല. വലിയ വലിയ വ്യക്തികളുടെ മുന്നിൽ പോയി പാട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, വലിയ വലിയ ടീമിൽ പോയി പാടിക്കണം. കോഴിക്കോട് ടാവൂരാണ് പാടിക്കണം. മർക്കസിന്റെ ആദരവ് വാങ്ങി, അത് വാങ്ങി. പിന്നെ ക്ഷണിക്കപ്പെട്ട സദസ്സിലെ കോഴിക്കോട് ടാവൂറാണ്, ടാഗോർ ആള്. അത് റേഡിയോയില് റേഡിയോ പാടി കോഴിക്കോട് ആലിക്കുട്ടി കുരുക്കളൊപ്പം എൻ്റെ ഉസ്താദ്. അതായത് തലശ്ശേരി ടൗൺ ഹാളിൽ വലിയ പരിപാടിയാണ്, ക്ഷണിക്കപ്പെട്ട സദസ്സ് എന്നാ പറയാ. അവിടെ വലിയ ഓർക്കസ്ട്ര. എന്നിട്ട് ഈ പാട്ട് പിടിച്ചിട്ട് പിന്നെ അത് പെരുന്നാൾക്ക് വിടാനുള്ള റേഡിയോയില് വിടുന്നത്. അങ്ങനെ പാടി. അന്നാണ് നല്ലവൻ മുഹമ്മദാന്ന് അവിടെ കേട്ടപ്പോ വല്ല കസാല കളിച്ചു പോച്ചു. കസാല അരങ്കൊണ്ട് അതെ, ഞാൻ പാട്ടിന്റെ അടുത്തതായി ശ്രീമാൻ നല്ലവൻ പാടുന്നു. ആദരവ് കിട്ടി. കേൾക്കാത്തൊരു ആളാണ് കാസർഗോഡ്. അപ്പൊ എല്ലാവരും കസാല അടിച്ചു. അതിന് ഞാൻ ഉരുളിങ്ങളൊരു ഗസ്റ്റാണ്ട് പോയത്. അത് ഡയറക്ടറൊക്കെ ഉണ്ട്. ഏതാ തുടങ്ങുന്ന ചോദിച്ചാൽ 8-10 ആളുണ്ട്. ഗിറ്റാറ് വയലിയാണ്. ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി, ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി, ഔസുല്ലം യജമാനി, ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി, ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി. കിട്ടൂല. യജമാനി അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി. ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി, ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി, ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി, ഔസുല്ലം യജമാനി, ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി, ഔസുല്ലം യജമാനിയ അബ്ദുൽ ഖാദിർ ജീലാനി, ഔസുല്ലം യജമാനിയ
പാട്ട് എഴുതി? എഴുതിയിട്ടൊന്നുമില്ല പാട്ട്. ഇല്ല, നമ്മളെ ചെറുതായിട്ടൊക്കെ ഉള്ളു. നിങ്ങൾ എഴുതിയ പാട്ടിലെ വരികൾ എന്തെങ്കിലും ഉണ്ടോ? ചെറുതായിട്ട് ആ ചെറിയ വരികളൊക്കെ, കല്യാണ പാട്ടൊക്കെ കൂടുതൽ. മധുര അമ്പലത്തെ പാപ്പാന്റെ ഒരു പാട്ട് എഴുതി. ആ ഓർമ്മയിലുണ്ടോ? പിന്നെ ഹബീബിന്റെ പുകള് റബിയുല്ലവൽക്കൊക്കെ എഴുതി. അത് ഓരോ റബിയുല്ല ഇരുമ്പോൾ ആണ്ട് എഴുതും. ആ മറന്നു. പിന്നെ അത് സാഹിബ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മളിവിടെ അദ്ദേഹത്തെ കാണാൻ വന്നു. ആ പറഞ്ഞു കൊടുക്കി. ഇവിടെ നോക്കും. നിങ്ങളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത് സലീം സാഹിബ് നല്ലവൻ മുഹമ്മദ് എന്ന സാഹിബിനെ കാണാൻ വേണ്ടി. നമുക്കറിയില്ല നേരിട്ട്. ഓർക്കാനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ തേടിയെത്തി. ആ അമീദാക്ക, സലാമും അതുപോലെ സലീം ഞങ്ങളൊക്കെ കൂടി ഒന്ന് കണ്ടു. സന്തോഷം. ഇൻഷാ അല്ലാഹ് ഒരു സമയത്ത് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാല് സന്തോഷമായി. പാട്ടുകളൊക്കെ ഉഷാറായി. ഇൻഷാ അല്ലാഹ്. അമിതാക്ക നമ്മളോട് എന്തുണ്ട്? നല്ലവൻ മുഹമ്മദ് അവറുകളെ കാണാൻ സാധിച്ചു. സന്തോഷം. എന്നാലും ഇതിലൊക്കെ ഒരു കാരണം നമ്മളെ സഫിയ സാഹിബാണ്. ഞാനല്ല, സെലിയാപ്പ. നമ്മളെ സെലിയാപ്പായിരുന്നു. സെലിയാപ്പായിരുന്നു. ഉണ്ടെങ്കിലും ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു മാർഗമാണ്. വാഹനം മാത്രം എന്റെ അടുത്തോളൂ. ഞങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്താ നല്ല അഭിപ്രായമാണ് കാണാനായി. എന്റെ പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരല്ലേ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വരണ്ടേ ഒരു ദിവസം? ആയിക്കോട്ടെ, ഏറ്റവും സന്തോഷം. അപ്പൊ ഞങ്ങൾ പോവാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഞങ്ങളൊരു ദിവസം നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സമദ് മുഹമ്മദ് റസൂല സർഗുണസാര വേല സമദ് മുഹമ്മദ് റസൂല സമദ് മുഹമ്മദ് റസൂല സമദ് മുഹമ്മദ് റസൂല സർഗുണസാര വേല ഓ സർഗുണസാര